നവീൻ ബാബുവിൻ്റെ മരണം നടന്നതിന് ശേഷം നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടത് മലയാലപ്പുഴ മോഹൻ എന്ന് പറയുന്ന ഒരു CPM നേതാവിൻ്റെ വാക്കുകളാണ്. മലയാലപ്പുഴ മോഹൻ എന്നത് CPMൻ്റെ ജില്ലാ കമ്മിറ്റി അംഗവും പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗവും CITUവിൻ്റെ അവിടുത്തെ പ്രമുഖ നേതാവുമാണ്. ഒരുപക്ഷെ നവീൻ ബാബുവിൻ്റെ കുടുംബവുമായിട്ട് വളരെ അടുപ്പമുള്ള ആളുമാണ് ഈ മലയാലപ്പുഴ മോഹൻ എന്ന് പറയുന്ന CPM നേതാവ്. അദ്ദേഹം വളരെ ശക്തമായി തന്നെയാണ് ഈ നവീൻ ബാബുവിൻ്റെ കുടുംബത്തോടൊപ്പം ചേർന്നുകൊണ്ട് പാർട്ടിയുടെ കണ്ണൂർ ഘടകത്തിനെതിരെ ശക്തമായിട്ടാണ് അദ്ദേഹം നിന്നതും അദ്ദേഹം പലപ്പോഴും തൻ്റെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയത് കാണുമ്പോൾ ഞാൻ സത്യത്തിൽ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഇദ്ദേഹം ഒരു CPM നേതാവ് തന്നെയാണോ അതോ മറ്റേതെങ്കിലും പാർട്ടിയുടെ നേതാവാണോ, അതായത് പ്രതിപക്ഷത്ത് നിൽക്കുന്ന ഒരു പാർട്ടിയുടെ നേതാവാണോ എന്ന് തോന്നിയിട്ടുണ്ട്. അത്രമാത്രം ശക്തമായിട്ടാണ് അദ്ദേഹം വാദം ഉന്നയിച്ചത്. അദ്ദേഹം പറഞ്ഞ വാദത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കാണുന്നത് PP ദിവ്യയുടെ പ്രസംഗത്തിന് ശേഷം നവീൻ ബാബു ആത്മഹത്യ ചെയ്തു എന്നതാണ്. പക്ഷേ അദ്ദേഹം ആത്മഹത്യ ചെയ്തതാണോ അല്ലയോ എന്നത് പരിശോധിക്കേണ്ടതാണ്. ഇതാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം എന്നിട്ട് പറഞ്ഞു, ഇതിനകത്ത് ഒരുപാട് ചില ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ട്, ചില പ്രത്യേക പ്രവർത്തനങ്ങൾ ഇതിൻ്റെ പിന്നിൽ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നവീൻ ബാബുവിൻ്റെ ആത്മഹത്യ എന്നത് വിശ്വസിക്കാൻ പറ്റാത്തതാണ്. അദ്ദേഹം ഇതെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയതിന് ശേഷം, റൂം വെക്കേറ്റ് ചെയ്ത് പോയതിന് ശേഷം, താമസിച്ചിരുന്ന മുറി വെക്കേറ്റ് ചെയ്ത് പോയതിന് ശേഷം വീണ്ടും അദ്ദേഹം ആ മുറിയിൽ ചെന്ന് ആത്മഹത്യ ചെയ്യുമെന്ന് പറയുന്നത് വിശ്വസിക്കാനാകുന്നില്ല. അതുകൊണ്ട് ഈ ആത്മഹത്യ ഒരു ആത്മഹത്യ മാത്രമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് അന്ന് മലയാലപ്പുഴ മോഹൻ പറഞ്ഞത്. മാത്രമല്ല അദ്ദേഹം അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റും പറഞ്ഞിരുന്നു. ഈ പ്രശാന്ത്, ഈ നവീൻ ബാബു കൈക്കൂലി വാങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് പ്രശാന്ത് ഒരു പരാതി മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് അയച്ചു എന്ന് പിന്നീട് അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം പുറത്തു വന്നിട്ടുണ്ട്. അത് പ്രശാന്ത് തന്നെ പറഞ്ഞിട്ടുമുണ്ട്. ഞാൻ അങ്ങനെ ഒരു പരാതി അയച്ചിട്ടുണ്ട്, ഇയാൾ എന്നോട് 1 ലക്ഷം രൂപ ചോദിച്ചു. ആ 1 ലക്ഷം രൂപ ചോദിച്ചപ്പോൾ ഞാൻ 98,500 രൂപ ഞാൻ പല തരത്തിൽ സംഘടിപ്പിച്ചാൽ, പലപ്പോഴും പലതരത്തിലാണ് പറഞ്ഞു. ഒരിക്കൽ ലോൺ എടുത്തു എന്ന് പറഞ്ഞു, ഒരിക്കൽ സ്വർണം പണയം വെച്ചു എന്ന് പറഞ്ഞു, മറ്റൊരിക്കൽ ഒരു സുഹൃത്തിൻ്റെ നിന്ന് വാങ്ങി എന്ന് പറഞ്ഞു, ഇങ്ങനെ പലതരത്തിൽ പറഞ്ഞു. എന്തോ ആയിക്കോട്ടെ, എന്തായാലും അദ്ദേഹം 98,500 രൂപ കൈക്കൂലി കൊടുത്തു എന്ന് പറഞ്ഞാണ് അദ്ദേഹം ഒരു പരാതി പുറത്തു വരുത്തിയത്, അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ മലയാലപ്പുഴ മോഹൻ അതിനെതിരെ പറഞ്ഞത്, അങ്ങനെ ഒരു പരാതി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കിട്ടിയിട്ടുണ്ടോ എന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വെളിപ്പെടുത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. നോക്കണം, CPMൻ്റെ നേതാവാണ്, ജില്ലാ കമ്മിറ്റി അംഗമാണ്, അവിടുത്തെ CITUവിൻ്റെ പ്രധാന ചുമതലകളുള്ള നേതാവാണ്. അദ്ദേഹമാണ് പറഞ്ഞത്, അങ്ങനെ ഒരു പരാതി CM ഓഫീസിൽ എത്തിയിട്ടുണ്ടെങ്കിൽ CM ഓഫീസ് ആ പരാതി കിട്ടിയിട്ടുണ്ടോ കിട്ടിയിട്ടില്ലേ എന്തായാലും അത് വ്യക്തമാക്കണമെന്ന് പറഞ്ഞത്. അപ്പോൾ അത്ര വ്യക്തമായിട്ട് ഞാൻ വളരെ ശ്രദ്ധിക്കുകയായിരുന്നു ഈ മലയാലപ്പുഴ മോഹനെ. അദ്ദേഹത്തിൻ്റെ ഓരോ സമയത്തെയും അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളും പ്രസംഗങ്ങളും, ആ വീട്ടിൽ അദ്ദേഹം പോകുന്നതും, വീട്ടിൽ പോയിട്ട് ആ വീട്ടിലുള്ള അവരുമായിട്ടുള്ള അയാളുടെ സമ്പർക്കവും ഒക്കെ. ഈ കളക്ടർ വരാതിരുന്നപ്പോൾ പോലും, കളക്ടറെ അവിടെ കയറ്റാതിരുന്നപ്പോൾ പോലും അക്കാര്യത്തിൽ പോലും മലയാലപ്പുഴ മോഹനൊരു പ്രത്യേക സ്വതന്ത്രമായ അഭിപ്രായമുണ്ടായിരുന്നു. അത് വീട്ടുകാർക്ക് താല്പര്യമില്ലാത്തത് കൊണ്ടാണ് കളക്ടറെ കയറ്റാത്തത് എന്ന തരത്തിലുള്ള ഒരു പ്രതികരണവും അദ്ദേഹം നടത്തിയതെന്നാണ് എൻ്റെ ഓർമ്മ. ഞാനത് വായിച്ചു എന്നാണ് എൻ്റെ ഓർമ്മ. എന്തായാലും അത്തരത്തിൽ നിന്ന് മലയാലപ്പുഴ മോഹൻ ഇപ്പോൾ സൈലൻ്റ് ആണ്. എന്തുകൊണ്ടായിരിക്കും? അവിടെയാണ് ഞാൻ പറയുന്നത്, ഈ മലയാലപ്പുഴ മോഹനെ പോലുള്ള നേതാക്കൾ കുറേശ്ശെ സൈലൻ്റ് ആവുന്നത് എന്തുകൊണ്ടാണ്? പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ME ഗോവിന്ദൻ ആ വീട്ടിൽ വരികയും വീട്ടിൽ വന്നിട്ട് വീട്ടുകാരുമായി സംസാരിക്കുകയും നിങ്ങളോടൊപ്പം തന്നെ എപ്പോഴും ഈ പാർട്ടി ഉണ്ടാകുമെന്ന് പറയുകയും ചെയ്തതിന് ശേഷമാണ് മലയാലപ്പുഴ മോഹൻ സൈലൻ്റ് ആയിരിക്കുന്നത്. മാത്രമല്ല മറ്റു ചില നിയന്ത്രണങ്ങളും മലയാലപ്പുഴ മോഹന് വന്നിട്ടുണ്ടോ? ഇനി മലയാലപ്പുഴ മോഹനെ പാർട്ടിക്ക് ചില നടപടികൾ എടുക്കുമെന്നുള്ള ഭീഷണി വന്നിട്ടുണ്ടോ? അതോ ഇത് അവസാനം വരെ ഉറച്ചു നിൽക്കുമെന്ന് പറഞ്ഞാൽ മലയാലപ്പുഴ മോഹൻ ഉറച്ചു നിൽക്കുമോ? ഇതൊക്കെയാണ് നമുക്കിനി കാണേണ്ടത്. എന്തായാലും നവീൻ ബാബുവിൻ്റെ കുടുംബം, അദ്ദേഹത്തിൻ്റെ ഭാര്യ മഞ്ജുഷ ഹൈക്കോടതിയിൽ പോവാണ്. ദിവ്യക്കെതിരായിട്ട് ഹൈക്കോടതിയിൽ പോകാൻ പോവുകയാണ്. അങ്ങനെ ഹൈക്കോടതിയിൽ പോകുമ്പോൾ ഈ മലയാലപ്പുഴ മോഹനും അതുപോലുള്ള ഉള്ളവരുടെയും ഈ നിലപാട്, ഉദയഭാനുവിൻ്റെയൊക്കെ നിലപാട് എന്തായിരിക്കും, ഈ മഞ്ജുഷയ്ക്കൊപ്പമായിരിക്കുമോ എന്നതും നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ്. എന്തായാലും പത്തനംതിട്ട പാർട്ടി നേതാക്കളെ ഒന്ന് ആശ്വസിപ്പിക്കാനും ഒന്ന് തണുപ്പിക്കാനും വേണ്ടിയിട്ടാണ് ഇപ്പോൾ ദിവ്യക്കെതിരെ ഒരു അച്ചടക്ക നാടകം നടത്തിയിരിക്കുന്നത് എന്നത് വ്യക്തമാണ്. ആ നാടകം അത് നാടകമാണെന്ന് ഞാൻ പറയാൻ കാരണം
അത് നാടകം തന്നെയാണ്. കാരണം ഒരു കാരണവശാലും നിയമപരമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിയമം അനുസരിച്ച് ആ നടപടി നിലനിൽക്കുന്നതല്ല എന്നത് വ്യക്തമാണ്. എന്നിട്ടും ആ നടപടി എടുത്തത് ജനങ്ങളുടെ മുന്നിൽ മണ്ണിടാനും അതുപോലെ പത്തനംതിട്ടയിലെ CPM നേതാക്കളെ ഒന്ന് ആശ്വസിപ്പിക്കാനും വേണ്ടിയാണെന്ന് വ്യക്തം തന്നെയാണ്. അപ്പോഴും നമുക്ക് ഇനി കാത്തിരിക്കാം മലയാലപ്പുഴ മോഹനനും ഉദയഭാനു സഖാവും എന്തായിരിക്കും ഈ ഹൈക്കോടതി ഹർജിയോട് സഹകരിക്കുന്നത് എന്ന് കാത്തിരിക്കാം.